മുമ്പ് കാണിച്ച സാറ്റുമ കോഴ്സ് ഇതേമാതിരി കീഴലോ ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അടക്കാനുള്ള മാർഗമാണ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതേപോലത്തെ ക്യാൻവാസ് ക്യാൻവാസ് വാങ്ങാനുണ്ട്. അതിങ്ങനെ നമ്മുടെ വീട്ടിൽ നോക്കിയിട്ട് അതിന് കുറച്ചുകൂടെ വലുപ്പത്തിൽ ഇങ്ങനെ കെട്ടിരിക്കുക ഒട്ടിരിക്കുക. എന്നിട്ടൊന്നും നോക്കണ്ട, നേരെ ചൂടാക്കുക. ഇതിന്റെ ഒരു ഭാഗം ഒട്ടുന്ന സൈസാണ്. അപ്പൊ ഉള്ളിലിട്ടോ പുറത്ത് വെക്കരുത്. ഇത് പുറംഭാഗമാണ്, ഇതാണ് ഇതിന്റെ ഉൾഭാഗം. അപ്പൊ ഉൾഭാഗം നന്നാക്കി ചൂടാക്കി കൊടുക്കുക. ഇത് അടുപ്പിച്ച് വെക്കുക. ഇതുപോലെ അടുപ്പിച്ച് കൊണ്ട് വെക്കുക. അവിടെ ഇവിടെയൊക്കെ തുമ്പ് ഇട്ടുകൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തുമ്പൊക്കെ ഒന്ന് ഒറ്റി ഒഴിവാക്കിയിട്ട് ഇതുപോലെ അടുപ്പിച്ച് ഇങ്ങനെ വെച്ചിടുക. ക്യാൻവാസിന്റെ ഒരു ഭാഗം പശുവിന്, മറ്റേ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് പെട്ടി നല്ലോണം ചൂടാക്കിയിടുക. അതിന് മേലെ ഒറ്റ വെട്ടി നന്നായിട്ട് ചൂടാക്കുക. പെട്ടി നല്ല ചൂടാണ് കേട്ടോ. നല്ല ചൂടിൽ ഒട്ടിച്ചെടുക്കുക. കണ്ടോ നമ്മളാ കീറിയ സ്ഥലം ആരെങ്കിലും അറിയുന്നുണ്ടോ? എത്ര സിമ്പിൾ കണ്ടോ? അറിയില്ല. ഞാൻ എന്റെ ഉദാഹരണം അത് ഞാൻ ഒട്ടിച്ചത് ശരിക്കും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടോളി. ശരിക്കും നോക്കുക. അത് കണ്ടോ, നീളത്തിൽ കീറിയ ഭാഗമാണ്. പുറഭാഗം നോക്കുക, ഉൾഭാഗം നേരെ തിരിച്ചിടുക. ശരിക്കും നോക്കിക്കൊള്ളില്ല, കീറിയ ഭാഗം തന്നെയാണ് ഇടാൻ പോകുന്നത്. ഈ ഒരു 3 ഇഞ്ചോളം ഇതിന്റെ കീറലുണ്ട്. അപ്പൊ ഒരു 4 ഇഞ്ചിൽ നമുക്ക് ഇതുപോലെ ഒരു ക്യാൻവാസ് ഇതിന്റെ കഷ്ണം നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ പറ്റും. ക്യാൻവാസ് വാങ്ങാം. പുള്ളി ഇതൊന്ന് അടുപ്പിച്ച് വെക്കുക. കീറലുണ്ടെങ്കിൽ അടുപ്പിച്ച് വെച്ചിടുക. അടുപ്പിച്ച് ക്യാൻവാസ് വെക്കുക. പെട്ടി നന്നായിട്ട് ചൂടാക്കുക. ഒറ്റ ഉപ്പ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഒട്ടിയിട്ടുണ്ട് കേട്ടോ. അല്ല കീറലായാലും അറിയുന്നുണ്ടോ? എത്ര നേരം വലുപ്പത്തിലാണ് കീറിയത് പക്ഷെ അറിയില്ല. അപ്പൊ ഇങ്ങനത്തെ സൂത്രപ്പണികളൊക്കെ ചെയ്യാം. ഇത് നമുക്കൊരു 10-15 അലക്കൽ വരെ ഒന്നും സംഭവിക്കില്ല. അതായത് നിങ്ങൾ സെറ്റോ ഒഴിവാക്കുന്നവരെ ഇത് ഇങ്ങനെ തന്നെ നിൽക്കും, ഒന്നും സംഭവിക്കില്ല, പോരില്ല. ക്യാൻവാസാണ്. പിന്നെ ഞാൻ പോലെ തോന്നുകയാണെങ്കിൽ ഒരു 5-6 അലക്കൽ ഇറങ്ങുമ്പോൾ ഇത് ഒട്ടിക്കുന്ന സാധനമാണ്. ഇതുപോലെ ഞാൻ കാണിച്ചതുപോലെ തന്നെ സപ്പോസ് ഒരു 4-5 അലക്കൽ ഒറ്റ പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് നാട്ടി വെച്ച് കൊടുത്താൽ അത് വീണ്ടും ഒട്ടു കേട്ടോ. ഇത്രേ പണിയുള്ളൂ. 2 ഭാഗം നമ്മൾ ഒട്ടിച്ചു. ഇതിന്റെ കൈ കണ്ടോ, കൈ നീളത്തിൽ കീറിയിട്ടില്ല. അതൊന്നും നോക്കണ്ട. കൈ ഇങ്ങനെ മുറിച്ചിടുക. ഉൾഭാഗം മുറിച്ചിങ്ങനെ ഇടുക. കൈ ഇങ്ങനെ കീറൽ അടുപ്പിച്ച് തന്നെ വെക്കുക കേട്ടോ. മുൻ വലിച്ച് നേരെ ലെവലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ മറ്റേത് ബോഡി പീസുകൾ ചെയ്ത പോലെ തന്നെ അതിന്റെ കീറലിനേക്കാളും കുറച്ചും നീളത്തിൽ ക്യാൻവാസം കെട്ടിട്ട് തന്നെ വേണ്ട, കുറച്ച് കുറവുണ്ട് കണ്ടോ ക്യാൻവാസ്. ഈ ക്യാൻവാസ് നമുക്ക് ഉള്ളിൽ ചിലപ്പോൾ നമുക്ക് കട്ടി കൂടി തോന്നാൻ ഇതാണ്. ഇതിന്റെ വീതി നമുക്ക് കുറക്കാം. വെറുതെ കത്തിരി വെട്ടി ഒഴിവാക്കുക. വീതി കുറക്കുക. ഇതുപോലെ വെച്ച് കൊടുക്കുക. നല്ല പോലെ വെട്ടി വെച്ച് പ്രസ് ചെയ്ത് ഒട്ടിച്ചു വെക്കുക. കേട്ടോ, എല്ലാവരും കണ്ടില്ലേ? കുട്ടികളുടെ ഡ്രസ്സിന് ഡ്രസ് പുതിയ ഡ്രസ്സുകളൊക്കെ പറയാം. ഹോൾസോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കൂടുതൽ ആ ഡ്രസ്സ് നാശിക്കുന്നവരെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുക. ഒരു കംപ്ലൈന്റ് ഉണ്ടാവും. ഇനി ഒട്ടിച്ചത് ഇതായതുകൊണ്ട് എന്ത് ചെയ്യുക, ഇവിടെ തുമ്പിടിക്കുക പോലെ ഒന്നും ചെയ്യില്ല. ഇതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഡ്രസ്സുകൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.